ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നും ഞാൻ കുഞ്ഞ് ടിപ്പുമായിട്ടാണ് വന്നത്. ഈ വരുന്ന മഴ ഉണ്ടല്ലേ, ആ മഴയ്ക്ക് നമുക്ക് തുണിപ്പായൊന്നും ഉണക്കാനൊന്നും കഴിയുന്നില്ലല്ലോ. അപ്പോൾ അതിനൊരു ചെറിയൊരു വള ഉണ്ടെങ്കിൽ മതി. നമുക്ക് വളയും ഇങ്ങനത്തെ ഒരു പെയിൻറ്റിൻ്റെ മൂടി ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ തുണിപ്പായെല്ലാം ഉണക്കിയിട്ട് എടുക്കാൻ പറ്റും. അത് എങ്ങനെയെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഞാനൊരില്ലേ ഇത് പെയിൻറ്റിൻ്റെ മൂടി എടുത്തിന്. അവൻ്റെ അതിലേക്ക് ഇതാ പെന്നിൽ ഹോൾസാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു പുള്ളി കുത്തിയിട്ട് കൊടുക്കുന്നുണ്ട്. എൻ്റെ ഭർത്താവാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലത്തെ ഒരു വള്ളി വേണം. ഈ വള്ളി പോകുന്ന പോലത്തെ ഹോൾസാക്കി കൊടുക്കണവാ. അപ്പോൾ ആ മൂടിക്ക് എത്ര ഹോൾസ് വേണം അത്ര ഹോൾസ് ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക്. ഞാനിതാ ഹോൾസ് ഇടാൻ വേണ്ടിയിട്ട് നമ്മളെ പുട്ടുകുറ്റീൻ്റെ കോലുണ്ടല്ലേ, അത് ചൂടാക്കിയിട്ട് ഹോൾസാക്കി കൊടുക്കുന്നുണ്ടോ. കുറച്ച് മെനക്കെട്ട പണി. എന്നെങ്കിൽ നമുക്ക് തുണിപ്പാലിൽ ആടെ മേശയിലും കസാലയിലും അയലിലും സോപ്പയിലും എല്ലാം ഇട്ടിട്ട് ഉണക്കുന്നതിനേക്കാളും എളുപ്പം ഇതാണ്. അപ്പോൾ അങ്ങനെ കാണിച്ചു തരുന്നതാണ് നിങ്ങൾക്ക്. അപ്പോൾ എങ്ങനെ ഇതാക്കുന്നതിന് എല്ലാവരും നോക്കിക്കൊള്ളിയാവാ. അങ്ങനെ ഇതാ ഹോൾസെല്ലാം ഇട്ട് കൊടുത്തിട്ടായിട്ട് നമുക്ക് എത്ര അതിൻ്റെ താവ് വേണം, ഇങ്ങനെ തൂക്കിയിട്ട് വെച്ചിട്ടാകുമ്പോൾ എത്ര താവ് വേണം നോക്കിയിട്ട് അതൊരേ അളവിലായിട്ട് മുറിച്ച് കൊടുക്കണം. ഞങ്ങൾക്കിതിവിടെ കുഞ്ഞിൻ്റെ തൊട്ടിൽ തൂക്കാൻ വെച്ച വള്ളി തന്നെ കെട്ടിയത് തന്നെ ഉണ്ട്. അപ്പോൾ അതിലേക്ക് തന്നെയാണ് ഞാൻ തൂക്കി കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താക്കുക, ഈ നാല് വള്ളി വേണം, വലിയത് ഒരേപോലെ കട്ടാക്കിയിട്ട് 4 വള്ളി വേണം. അപ്പോൾ അത് 4 വള്ളി നമുക്കിത് കെട്ടി കൊടുക്കാം. അതിനെന്താക്കുന്നറിയാം, അത് നമ്മൾ കട്ടാക്കിയതല്ലേ, കട്ടാക്കിയിട്ടാകുമ്പോൾ അതിൻ്റെ തുഞ്ചിയെല്ലാം ഇങ്ങനെ ഓരോന്നായിട്ട് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഹോൾസിലേക്ക് ഇടാൻ പറ്റാത്തതുകൊണ്ട് ഇങ്ങനെ തീ കാണിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇതാക്കി പറ്റിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഹോൾസിലേക്ക് ഇട്ടിട്ട് എടുക്കാൻ എളുപ്പമാവും. അങ്ങനെ 4 വള്ളിയും ഇതാ 4 മൂലയിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ടോ. ഇതൊരേപോലെയാണ് 4 വള്ളിയും. 4 മൂലയിലായിട്ട് കെട്ടുന്ന വള്ളി ഒരേപോലെ ആയിരിക്കണം. അതൊരുപോലെ ആക്കിയിട്ട് കട്ടാക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഇതാ ഇങ്ങനെ ഒരേപോലെ ആക്കിയിട്ട് നമുക്കതിന് അടുക്കിതൊരു കെട്ടിട്ട് കൊടുക്കാം. കോട്ടൻ്റെ വള്ളിയെങ്കിൽ നല്ലത്. ഇത് നെയ്ലോന് വള്ളിയാണ്. അപ്പോൾ അതിനോണ്ട് കെട്ട് നല്ല പോലെ മുറുക്കി കൊടുക്കണം. അപ്പോൾ ഇതുപോലെ കെട്ടി കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് ബാക്കി 3 വള്ളി ഇതേപോലെ ഇട്ടിട്ട് കെട്ടി കൊടുക്കാവാ. ഒക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇക്കാണ്. ഞാൻ ഫോണിൽ വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ 4 വള്ളി 4 മൂലയിലായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ നമുക്ക് ഒന്നിച്ചിട്ട് 4 എണ്ണത്തിനും കെട്ടി കൊടുക്കാം. അപ്പോൾ നമുക്കത് തൂക്കാനൊക്കെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കെട്ടി കൊടുക്കുന്നതാ. ഇനി എന്താക്കാൻ, നമുക്ക് ഹാങ്കർ തൂക്കാനുള്ള ചെറിയ വള്ളി വേണം. അത് ഒരേപോലെ ആക്കിയിട്ട് നമുക്ക് കട്ടാക്കിയിട്ട് എടുക്കണം. ചെറിയത് ഈ അളവിലാണ് ഞാൻ എടുക്കുന്നുള്ളത്. അതും അതേപോലെ തീ കാണിച്ചിട്ട് ഒന്ന് അടുക്കി പറ്റിച്ച് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ഹോൾസിലേക്ക് ഇടാൻ എളുപ്പമാവും. ഇപ്പോൾ നമ്മൾ 4 വള്ളി നിർത്തിയിട്ട് തൂക്കാൻ കെട്ടിയ ഹോൾസിലേക്കല്ലാതെ മറ്റേ ഹോൾസിലേക്കാണ് ഈ ചെറിയ വള്ളി കെട്ടി കൊടുക്കേണ്ടത്. ആ 4 ഹോൾസിലേക്ക് നമുക്ക് തൂക്കാനുള്ള വള്ളി കെട്ടുന്നത്. ഇതാ ചെറിയ കഷ്ണാക്കിയത് ബാക്കിയുള്ള ഹോൾസിലേക്ക് നമുക്കിതുപോലെ ഇട്ട് ഇങ്ങനെ കെട്ടി കൊടുക്കുന്നുണ്ടാവാം. ഒരു കെട്ട് തന്നെ ഇട്ടത്, രണ്ടാമത്തെ കെട്ടിക്ക് നിൽക്കാൻ രണ്ടാമത് കെട്ടിട്ട് നോക്കുമ്പോൾ അത് കെട്ടാൻ പറ്റുന്നില്ല. അങ്ങനെ കെട്ടിയിട്ടാണ് ഒരേ കെട്ട് തന്നെ ഇട്ട് കൊടുത്ത് അത് തന്നെ മതിയാവും. നല്ല കെട്ടിയിൽ നല്ല മുറുക്കത്തിൽ കെട്ടി കൊടുത്തിന്. അത് നമുക്ക് ഹാങ്കർ തൂക്കാൻ വേണ്ടിയിട്ടുള്ള വള്ളിയാണ്. അങ്ങനെ ബാക്കി ഹോൾസിലേക്ക് അതേപോലെ ചെറുതായിട്ട് ഇങ്ങനെ കെട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആടെ വേണമെങ്കിൽ തൂക്കാം, നമുക്ക് കൊക്കയുള്ളതെല്ലാം തൂക്കാം. അതിനൊരു വള വേണം. വള ഇതുപോലെ കട്ടാക്കി എടുത്തിട്ട് എസ് ആകൃതിയിലാക്കിയിട്ട്
നമുക്ക് തൂക്കി കൊടുക്കാം. എനിക്ക് വലിയൊരു വേറെ തന്നെ ഒരു ഇരുമ്പിൻ്റെ കൊക്ക ഉണ്ടായിരുന്നു, അതിലേക്ക് തന്നെ തൂക്കുന്നതാണ്. ഇത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കിയിട്ട് വെക്കുന്നതാണ്. അങ്ങനെ ആക്കി വെച്ചാൽ എളുപ്പമാവും. ഞാനിപ്പോൾ വേറെ ഇരുമ്പിൻ്റെ ഒരു കൊക്കയ്ക്ക് തൂക്കിയിട്ട് വെച്ചിട്ട് ഇതുപോലെ നമ്മൾ ഹാങ്കറിൽ നമ്മളെ ചണ്ടി ഡ്രസ്സെല്ലാം ഇട്ടിട്ട് ഫാനിൻ്റെ അടിയിലിട്ട് വെച്ചാൽ നമുക്ക് ജാഗയും ഉണ്ടാവും. ₹1 മുതലില്ലാതെ നമുക്ക് തുണിപ്പായ ഉണക്കിയിട്ടെടുക്കാം. പിന്നെ അവിടെ ഇടായൽ കെട്ടണ്ട, മേശയിൽ കസേരയിലെല്ലാം നിന്ന് വിരിച്ചിടണ്ട. ഇതുപോലെ ഹാങ്കറിൽ ഒരു മൂലയ്ക്ക് തൂക്കിയിട്ട് നമ്മൾ കിടക്കുന്ന റൂമിൽ തന്നെ വെച്ചാലും നമ്മൾ ഫാനിട്ടിട്ട് കിടന്നുറങ്ങുന്നല്ല, രാവിലേക്ക് നല്ല പോലെ ഉണങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഈ ടിപ്സ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമോ. ഇതിപ്പോൾ നമുക്ക് മഴയില്ല, വെയിൽ വന്നെങ്കിൽ മുറ്റത്ത് കൊണ്ടുപോയിട്ട് ഇതേപോലെ ഒന്ന് തൂക്കി കൊടുക്കുക. മഴ വരുമ്പോൾ പെട്ടെന്ന് എടുത്തിട്ട് ഉള്ളിൽ കൊണ്ടുവന്നിട്ട് വെക്കുകയും ചെയ്യാം. അപ്പോൾ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. നമുക്ക് ഓരോന്നായിട്ട് എടുക്കണ്ട, ഒത്തിരി കൊണ്ടുവന്നിട്ട് ഉള്ളിലിടണ്ട. ഇതിനൊക്കെ എളുപ്പമാണ്. അതായത് ഇങ്ങനെ കൊക്ക ഉണ്ടെങ്കിൽ അത് കൊക്ക നല്ലത്, വളയുണ്ടെങ്കിൽ കൊക്ക ഇല്ലെങ്കിൽ പിന്നെ വളയിലും തൂക്കാം. പിന്നെ ഇതിങ്ങനെ തൊട്ടിലുണ്ടല്ലോ, കുഞ്ഞോളെ തൊട്ടിൽ തൂക്കാൻ കിട്ടുന്ന, അതിലും നമുക്ക് തൂക്കിയിട്ട് വെക്കാം. എങ്ങനെയും തൂക്കിയിട്ട് വെക്കാം. അപ്പോൾ ഇതൊരു നല്ലൊരു ഉപകാരമുള്ള ടിപ്സ് അല്ലേ. അപ്പോൾ ഞാൻ നിങ്ങൾക്കും കാണിച്ച് തന്നതാണ്. ഞാൻ ഉണ്ടാക്കിയിട്ടാകുമ്പോൾ നിങ്ങൾക്കും എളുപ്പമായിട്ട് എന്ന് വിചാരിച്ച് ഞാനിത് തൂക്കിയിട്ട് വീഡിയോ എടുത്തതാണ്. അതായത് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം എടുത്തുകൊണ്ട് പോകുന്നുണ്ട്, അവിടെ വേണമെങ്കിൽ നമുക്ക് വെക്കാം. അപ്പോൾ ഈ ടിപ്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. ഇനി അടുത്ത പുതിയൊരു വീഡിയോയും ടിപ്സ് എല്ലാം ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.